കഴിഞ്ഞ 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കൂലി അങ്ങനെ റിലീസിന് എത്തിയിരിക്കുകയാണ്. തിയേറ്ററുകളിലെ ആദ്യ ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകേഷ് രജനി ആരാധകരുടെ വലിയ തിരക്കാണ് അതിരാവിലെ തന്നെ തിയേറ്ററിൽ കണ്ടത്. ലോകേഷ് കനകരാജ് യൂണിവേഴ്സിന്റെ ഭാഗമാണോ കൂലി എന്നൊക്കെയുള്ള വലിയ സംശയം ആരാധകർക്കുണ്ടായിരുന്നു. ഈ സംശയത്തിനൊക്കെ ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ലോകേഷിന്റെ ഒരു പോസ്റ്റ് വന്നിരുന്നു. എൽസിയുവിന്റെ ഭാഗമല്ല ചിത്രം എന്ന ലോകേഷിന്റെ പോസ്റ്റിനെ അനുകൂലിക്കുന്നവരാണ് തിയേറ്ററിൽ ഇന്ന് കൂടുതൽ കാണാൻ കഴിഞ്ഞത്. പക്ഷേ കൂടുതൽ പ്രേക്ഷകരും ആകാംക്ഷയോടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചോദിച്ചത് എൽസിയു യൂണിവേഴ്സിനും ആയിട്ട് ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഭാഗമുണ്ടോ, എന്തായിരിക്കും ആ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സസ്പെൻസ് എന്നൊക്കെയായിരുന്നു. എന്തായാലും യൂണിവേഴ്സിന്റെ ഭാഗമല്ല എന്ന് ലോകേഷിന്റെ പോസ്റ്റ് വന്നതോടുകൂടി അതിനെ അനുകൂലിക്കുന്ന കൂടുതൽ പ്രേക്ഷകരെ ഇന്ന് തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തിരുവനന്തപുരം ഏരീസ് ഫ്ലെക്സിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അവിടെ നിന്ന് MS ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേരും. ആദ്യ ഷോയ്ക്ക് മുമ്പുള്ള കാഴ്ചകളുമായിട്ടാണ് ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേരുക. അങ്ങനെ നാളുകളുടെ കാത്തിരിപ്പ്, ഏകദേശം രജനി ആരാധകരുടെ 2 വർഷത്തെ കാത്തിരിപ്പാണ് കൂലി എന്ന ചിത്രം. ലോകേഷിന്റെ ചിത്രമായിട്ടും കൂടി എത്തുന്നു. ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം നമുക്ക് കാണാം. ഇപ്പൊ തിയേറ്ററിന് മുമ്പിൽ തന്നെ ഒരു വലിയ തിരക്കുണ്ട്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തിരുവനന്തപുരം ഏരീസ് ഫ്ലെക്സ് തിയേറ്ററിന് മുമ്പിലാണ്. ഇവിടെ 6 ഓഡിയും ഫുള്ളാണ്. 6 ഓഡിയും ഏകദേശം 6 മണിക്ക് തന്നെ, കൃത്യം 6 മണിക്ക് തന്നെ ഷോ സ്റ്റാർട്ട് ചെയ്യും. രാവിലെ 6 മണിക്ക് ഇവിടെയുള്ള 6 സ്ക്രീനുകളും ഫുള്ളായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതാണ് നിലവിലത്തെ സാഹചര്യം. നമുക്ക് ഈ തിരക്ക് കാണുന്നത് പോലെ തന്നെ ഇവരെല്ലാവരും രജനി ചിത്രം കാണാൻ വേണ്ടി തന്നെ എത്തുന്നവരാണ്. മറ്റൊരു ചിത്രമായ വാർ 2 കൂടി ഇന്ന് റിലീസിന് എത്തുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ചിത്രത്തിന്റെ ഷോ 9 മണിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കൂട്ടം എല്ലാം എത്തിയിരിക്കുന്നത് ഈ ചിത്രം കാണാൻ വേണ്ടി തന്നെയാണ്, കൂലി കാണാൻ വേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സോ അതാണ് സാഹചര്യം. നമുക്ക് ഇത് തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിക്കുന്നത് രാവിലെ 9 മണിക്കാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ വരെ ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതും വലിയ ടിക്കറ്റ് റേറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നതുമായിട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വലിയ തിരക്ക് നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങൾ ഉറപ്പായിട്ടും തേടണം. പക്ഷെ അതോടൊപ്പം തന്നെ രാവിലെ എല്ലാവരും വലിയ ഈ ഉറക്ക ക്ഷീണത്തിൽ തന്നെയാണ്. അപ്പോൾ തിയേറ്ററിലേക്ക് വരിക, അവർ കുറെ നാളെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ സിനിമയ്ക്ക് തന്നെ ഒരു വലിയ പ്രതീക്ഷ, പ്രത്യേകിച്ച് ഈ ചിത്രം കഴിഞ്ഞ ദിവസം എൽസിയുടെ ഭാഗമല്ല എന്നതും കൂടി അറിയിച്ച സ്ഥിതിക്ക് ഈ ചിത്രത്തിന് മറ്റൊരു തരത്തിലുള്ള ഹൈപ്പാണ് വന്നിരിക്കുന്നത്. ആരാധകർക്കിടയിലും അല്ലാണ്ട് ഇപ്പൊ സിനിമാ പ്രേമികൾക്കിടയിലും ഉണ്ടാകുന്ന ഹൈപ്പ് ചെറുതൊന്നുമല്ല. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഹൈപ്പ് അത് കൃത്യമായി ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് എത്തി നിൽക്കുന്നത് ഈ സിനിമ. നമുക്ക് കുറച്ച് പ്രതികരണം തേടാം. ചേട്ടാ, എന്തോ പ്രതീക്ഷകൾ? നല്ല പ്രതീക്ഷയുണ്ട്. എൽസിയൊന്നും അല്ല തോന്നാട്ടെ. ഇല്ല, ഒരു പ്രതീക്ഷയില്ല. എങ്ങനെയുണ്ട് പ്രതീക്ഷ? എങ്ങനെയുണ്ട്? കുറെ നാളത്തെ കാത്തിരിപ്പ്. തെറ്റായിരിക്കും. കണ്ടു നോക്കിട്ട് പറയാം. സെറ്റായിരിക്കും എന്നത് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. പലരും അങ്ങോട്ട് തോന്നുന്നു പറയുന്നില്ല. എല്ലാവരും പറയുന്നത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം, പടത്ത് എന്താവട്ടെ എന്നുള്ളതാണ്. ചേട്ടാ, എക്സ്പെക്ടേഷൻ എന്താണ്? 100% വിജയം. എൽസിയിലല്ലാന്ന് കഴിഞ്ഞ ദിവസം ലോകേഷ് പറഞ്ഞിട്ട് അതൊരു വിഷമമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. നമ്മുടെ അണ്ണൻ തലവേറിന്റെ പടം നമ്മൾ കാണാൻ തന്നെ വരും. അല്ലേടാ? ഇല്ല, ആണെന്ന് തോന്നുന്നു മിക്കവാറും. അങ്ങനെയായോണ്ട് കള്ളത്തിലെ പറയും, ചുമ്മാ പറയുന്നതായിരിക്കും. ആയിരിക്കും. കഴിഞ്ഞ ദിവസം രാത്രി ഒരു സ്റ്റില്ല് പുറത്തുവിട്ടിരുന്നത് ഫ്ലാഷ് ബാക്ക് സീൻസ് രജനിയുടെ ആണെന്ന്, ഫങ്ക് മുടി വെച്ചിട്ട്. അത് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല, ഉറങ്ങിപ്പോയി. ഞാൻ സസ്പെൻസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഉറങ്ങിപ്പോയി. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. രാവിലെ മണി വരാനുള്ളതുകൊണ്ട് നേരത്തെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. രാത്രി 12 മണിക്ക് പ്രൊഡക്ഷൻ കമ്പനി ഒരു വലിയ അപ്ഡേറ്റ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അവസ്ഥ. ചേട്ടാ, എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. രാവിലെ 6 മണിക്കൊന്നുമില്ലേ? ലോകേഷിന്റെ പടം അത്രേ ഉള്ളൂ. എൽസിയിലല്ലാന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ലോകേഷിന്റെ പടം അത്രേ ഉള്ളൂ. രജനീകാന്തിന്റെ പടം, ലോകേഷിന്റെ പടം കാണാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ലോകേഷ് ആരാധകരുടെ ഒരു കൂട്ടായ്മയും കൂടി ഉണ്ട്. 50 വർഷം രജനീകാന്ത് പൂർത്തിയാകുന്ന ഒരു വർഷവും കൂടിയാണ് ഇത്. 1975 ആരംഭിച്ച സിനിമ ജീവിതവും കൂടിയാണ്. ആ സിനിമ കരിയറിലേക്ക് തന്നെയാണ് അദ്ദേഹം
50 വർഷത്തിലേക്കും കൂടി എത്തുമ്പോഴാണ് കൂലി എത്തുന്നത്. അതും ഒരു സാധ്യത. നമുക്ക് കാണാം പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. ഈ തിരക്ക് നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകൾ ആരാധകരുടെ ഇടയിലെ ഭാഗത്തു നിന്നും ഉണ്ട്. അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട്. ഈ ചിത്രം ലോകേഷിന്റെ സിനിമയാണെന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ രജനീകാന്തിന്റെ 50ാമത്തെ വർഷം എന്ന രീതിയിലും ഈ സിനിമയ്ക്ക് ഒരു വലിയ ഹൈപ്പ് ഉണ്ട്, പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഈ സിനിമയ്ക്ക് ഉയരാൻ സാധിക്കുമോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. കാരണം കുറച്ച് നാളുകളായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രത്തിന് മേലുള്ള വലിയ പ്രതീക്ഷകൾ നിലനിൽക്കുകയാണ്. നമുക്ക് കുറച്ച് പ്രതികരണവും കൂടി. ചേട്ടാ പോരുത് ചേട്ടാ, എങ്ങനെയുണ്ട് എക്സ്പെക്ടേഷൻ? സിനിമ കണ്ടാലേ അറിയാം. എക്സ്പെക്ടേഷൻ എത്ര മാത്രമാണ്? 2 വർഷത്തെ കാത്തിരിപ്പ്. ലോകേഷിന്റെ പടം കണ്ട് നല്ല എക്സ്പെക്ടേഷൻ. രജനി പടമല്ല, ലോകേഷിന്റെ പടമാണല്ലോ. ലോകേഷിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്താണ് പടത്തിന് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട്. മിക്ക നാഗാർജുന, ആമിർ ഖാൻ എല്ലാവരും ഒരു എക്സൈറ്റഡ് ആണ്. രജനിയുടെ 50ാമത്തെ വർഷത്തെ പടവും കൂടിയാണ്. അതെ, രജനിയുടെ സ്വാഗതം മെയിൻ ആണ്. ബാക്കി നമ്മൾ ഫുൾ എക്സൈറ്റഡ് ആണ് കാണാൻ. ബാക്കി കണ്ടിട്ട് പറയാം. ഇപ്പൊ തിയേറ്ററിലേക്ക് ആളുകളെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തിരുവനന്തപുരം ഏരീസ് പ്ലെക്സിൽ പ്രത്യേകിച്ച് ഇവിടെ 6 ഷോയും ഫുള്ളാണെന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇത് സിനിമ കാണാൻ വേണ്ടിയിട്ട് എത്തുന്ന പ്രേക്ഷകരുടെ എണ്ണവും അത് തന്നെ പറയേണ്ടി വരും. കാരണം ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ച് വെറും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ സോൾഡ് ഔട്ട് ആവുകയായിരുന്നു. ആദ്യ പ്രദർശനത്തിന്റെ ടിക്കറ്റുകളെല്ലാം തന്നെ സോൾഡ് ഔട്ട് ആവുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലും കൂടി എടുത്തു പറയണം. യെസ്, അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ഏരീസ് പ്ലക്സിലെ കാഴ്ചകളാണ് കണ്ടത്. അപ്പോൾ സംസ്ഥാനത്തൊട്ടുക്ക് ആദ്യ ഷോയ്ക്ക് റിലീസിന് എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യ ഷോ തന്നെ കാണാൻ ഒരുപാട് പ്രേക്ഷകർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലാണ് 6 മണിക്ക് ഫസ്റ്റ് റിലീസ് എന്നതിനാൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതും വമ്പൻ ടിക്കറ്റ് നിരക്കൊക്കെ കൊടുത്തിട്ട് അതിനുപോലും തയ്യാറായിട്ടാണ് കേട്ടോ ഒരുപാട് പ്രേക്ഷകർ എത്തിയിട്ടുള്ളത്. സാധാരണ നിലയിൽ ഒരു 450 രൂപയൊക്കെയാണ് ടിക്കറ്റ് നിരക്കെങ്കിൽ അത് 2000, 2500, 4500 രൂപയൊക്കെ കൊടുത്ത് ഫസ്റ്റ് ഷോ ടിക്കറ്റ് വാങ്ങിയിട്ടുള്ള ആളുകളും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് രജനീകാന്തിന്റെ ഹൈപ്പ് എന്ന് പറയുന്നത്. ഒപ്പം ലോകേഷ് സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ ലോകേഷിന്റെ ഫാൻസ്. അപ്പോൾ ഈ 2 കോംബോ ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വലിയ പ്രതീക്ഷ, ആ പ്രതീക്ഷയ്ക്ക് ഒത്ത് ആ ചിത്രത്തിന് ഉയരാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എന്തായാലും പാലക്കാട്ടെ തിയേറ്ററുകളിലും കൂലിയുടെ റിലീസ് രജനി ആരാധകർ വലിയ ആവേശമാക്കി. നമുക്ക് ആ പാലക്കാട്ടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. சூப்பர் ஸ்டார் என்னைக்கும் அவரு சுறுசுறுப்பா விசல பறந்துட்டே இருக்கணும். அவரு வெல்லுவிழுக்கிற இந்த உலகத்தில் எவனும் கிடையாது. இங்க ஒருத்த பிறக்கவும் மாட்டேன், பிறந்து வரவும் மாட்டேன். ஒரே ஒரு சூப்பர் ஸ்டார் 50 வருஷம் ஸ்பீடு ஓடிக்கொண்டே இருக்குது. இந்திய முழுக்க சூப்பர் ஸ்டார் ഇന്ത്യൻ ഫിലിമില് സൂപ്പർ സ്റ്റാർ രജനികാന്ത്, അമിതാഭ് ബച്ചൻ, മോഹൻലാൽ വില്ലൻ റോളായിട്ട് വന്നവർ ഇന്ന് ഹീറോ, சூப்பர் ஹீரோ. 75 வயசுல எங்க தலைவருக்கு வயசே கிடையாது. எப்பவுமே ஒரே சூப்பர்